എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ഭയപ്പെടുമ്പോൾ എന്തു ചെയ്യണമെന്ന് ദാവീദ് രാജാവ് പറയുന്നത് ശ്രവിക്കാം. സങ്കീർത്തനം 56:3. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയത് യഥാർത്ഥ അപകടത്തിൻ്റെയും ദുരിതത്തിൻ്റെയും സമയത്താണ്. ഗത്തിൽ ഫിലിസ്ത്യർ അവനെ പിടികൂടിയപ്പോഴാണ് ഇത് എഴുതിയതെന്ന് തലക്കെട്ട് പറയുന്നു. ശൗൽ രാജാവിൽ നിന്ന് ഓടിപ്പോയ അദ്ദേഹം ശത്രു പ്രദേശത്തേക്ക്, അതായത് ഗോലിയാത്ത് നഗരത്തിലേക്ക് തന്നെ ഓടിപ്പോയി. ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് ഭയപ്പെട്ട് അടുത്തതായി എന്തു സംഭവിക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു. ദാവീദ് തൻ്റെ ഭയത്തെ നിഷേധിക്കുന്നില്ല, പകരം ഭയത്തെ എന്തു ചെയ്യണമെന്ന് അവൻ നമുക്ക് കാണിച്ചു തരുന്നു. വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് നേരിട്ട് എത്തുക. ദാവീദ് ഭയത്തെ അംഗീകരിക്കുന്നു. അത് യഥാർത്ഥമാണ്, മാനുഷികമാണ്. ദാവീദിനെ പോലുള്ള ഒരു യോദ്ധാവ് പോലും ചിലപ്പോഴൊക്കെ ഭയപ്പെടുമെന്ന് സമ്മതിക്കുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കും എന്നതാണ് പ്രധാന പ്രതികരണം. വിശ്വാസം ഒരു തിരഞ്ഞെടുപ്പാണ്, പ്രത്യേകിച്ച് ഭയത്തിൻ്റെ സാന്നിധ്യത്തിൽ. ദാവീദ് പറയുന്നു, എനിക്ക് ഭയം തോന്നുമ്പോൾ ഞാൻ ഭയത്തിൽ തുടരില്ല. ഞാൻ ദൈവത്തിങ്കലേക്ക് തിരിയും. സാഹചര്യം ഭയാനകമോ അനിശ്ചിതത്വമോ ആയിരിക്കുമ്പോൾ പോലും. വിശ്വാസം എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിലും വാഗ്ദാനങ്ങളിലും ആശ്രയിക്കുക എന്നാണ്. ഭയം ജീവിതത്തിൻ്റെ ഭാഗമാണ്, പക്ഷേ അത് നമ്മെ നിയന്ത്രിക്കേണ്ടതില്ല. നാം വിശ്വാസം തിരഞ്ഞെടുക്കണം. ഉത്കണ്ഠയിൽ ഈ വാക്യം ശക്തമായ ഒരു നങ്കൂരമാണ്. ഈ വാക്യം ചെറുതും പരിഭ്രാന്തിയുടെയോ സമ്മർദ്ദത്തിൻ്റെയോ ഒരു നിമിഷത്തിൽ മനഃപ്പാഠമാക്കാനോ മന്ത്രിക്കാനോ എളുപ്പമാണ്. നമ്മൾ തളർന്നു പോകുമ്പോൾ ഈ സത്യം നമ്മുടെ ആത്മാവിനോട് പറയുക: എനിക്ക് ഭയമാണ്, പക്ഷേ ഞാൻ നിന്നിൽ വിശ്വസിക്കും. ദൈവത്തെ വിശ്വസിക്കുക എന്നതിനർത്ഥം പ്രശ്നം തൽക്കാലം അപ്രത്യക്ഷമാകുന്നുവെന്നല്ല. അതിനർത്ഥം നമ്മൾ അതിൽ ഒറ്റയ്ക്കല്ലെന്നും ദൈവം ഭയത്തേക്കാൾ വലുതാണെന്നും ആണ്. സ്നേഹപിതാവേ, ഞങ്ങളുടെ ഏറ്റവും ഭയാനകമായ നിമിഷങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഭയം ഞങ്ങളെ തളർത്താൻ അനുവദിക്കാതെ രക്ഷിക്കാൻ കഴിയുന്നവനിലേക്ക് ഞങ്ങൾ തിരിയുന്നു. കർത്താവേ, ഏറ്റവും അനിശ്ചിതമായ നിമിഷങ്ങളിൽ പോലും അവിടുന്ന് വിശ്വസ്തനും സാന്നിധ്യമുള്ളവനും ശക്തനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.